അനുദിന വിശുദ്ധർ മാർച്ച് 13 വിശുദ്ധ എവുഫ്രാസ്യ. റോമിനെ ഒരു ക്രിസ്തീയൻ രാജ്യമാക്കി മാറ്റിയ തെയോഡോസിയസ് ചക്രവർത്തിയുടെ ഏറ്റവും അടുത്ത ബന്ധുവായ ആന്റിഗോനൂസ് എന്ന പ്രഭുവിൻ്റെ മകളായിരുന്നു എവുഫ്രാസ്യ. വിശുദ്ധയുടെ പിതാവിൻ്റെ മരണത്തെ തുടർന്ന് അവളുടെ അമ്മ ഈജിപ്തിൽ പോയി ഒരു ആശ്രമം സ്ഥാപിച്ചു. വൈകാതെ എവുഫ്രാസ്യയും അമ്മയുടെ അടുത്തേക്ക് താമസം മാറ്റി. അമ്മയുടെ പേരും എവുഫ്രാസ്യ എന്നായിരുന്നു. തനിക്കും സന്യാസിവ്രതം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അമ്മയുടെ അടുത്തെത്തിയ അവളെ അമ്മ മഠാധിപയുടെ അടുക്കൽ കൊണ്ടുപോയി. മഠാധിപ ക്രിസ്തുവിൻ്റെ ഒരു ചിത്രം അവളുടെ കയ്യിൽ കൊടുത്തു. ചുംബനപൂർവ്വം സ്വീകരിച്ച് അവൾ പറഞ്ഞു, ഞാൻ എന്നെ ക്രിസ്തുവിൻ്റെ വ്രതം വഴി പ്രതിഷ്ഠിക്കുന്നു. അമ്മയുടെ മരണശേഷം തിരിച്ചു റോമിലെത്തിയ വിശുദ്ധ തൻ്റെ പേരിലുള്ള സമ്പത്ത് മുഴുവനും ദരിദ്രർക്കും അടിമകളെ സ്വതന്ത്രരാക്കുന്നതിനും വേണ്ടി നൽകി. വിശുദ്ധ തൻ്റെ സഹോദരിമാർക്ക് എളിമയുടെയും ശാന്തതയുടെയും ഉപവിയുടെയും ഉത്തമ മാതൃകയായിരുന്നു. ഒരിക്കൽ ഒരു ദാസി അവളെ ഒരു കപടഭക്ത എന്ന് വിളിച്ചപ്പോൾ അവൾ അവരുടെ പാദത്തിങ്കൽ വീണ് മാപ്പപേക്ഷിക്കുകയാണ് ചെയ്തത്. ഒടുവിൽ 30-ാമത്തെ വയസ്സിൽ മരിച്ച് അവൾ തൻ്റെ സ്നേഹനാഥൻ്റെ അടുത്തെത്തി.